ഇത് ഇന്നത്തെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, സൺഡേ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി റെഡ് മീറ്റാണ് കേട്ടോ. നമ്മളുടെ ബീഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പറയുന്ന പോലും പതുക്കെ പറയാൻ പറ്റുള്ളൂ. നോർത്ത് ഇന്ത്യ ആയതുകൊണ്ടിട്ട് ഇതിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കിട്ടാനും ഉണ്ടാക്കാനും ഒക്കെ വളരെ പാടാണ്. എങ്കിലും സംഭവം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായതേ. അപ്പം ഞാനിന്ന് ചെറുതായിട്ട്, എൻ്റെ പുതിയ കത്തിയാണ് ഇത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇതൊന്നും കട്ട് ചെയ്യേണ്ട കാര്യം ഒന്ന് വെച്ചാൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വെറുപ്പിക്കുകയാണെന്ന് വിചാരിക്കരുതേ. അപ്പോൾ അതാ നമ്മുടെ റെഡ് മീറ്റ് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് എങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതേ സെയിം ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വേറെ ഒരു മസാല ഇതിൽ ആഡ് ചെയ്യരുത്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പൊറോട്ടയും ബീഫൂടെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് ഇല്ലേ, സത്യം ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവരാം കേട്ടോ. സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഞാൻ വളരെ പതുക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് അവർ നമ്മളെ കൊന്നു കളയും. പക്ഷേ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സംഭവമാണ് ഈ എന്താ വെച്ചാൽ ബീഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടത്തരം സവാള ആയതുകൊണ്ടിട്ടാണ് ഒരു 5-8-10 ഓളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഓക്കെ, അപ്പോൾ ഇതാ സവാള ഞാൻ ചെറുതായിട്ടൊന്നും അല്ല, അതാ ഇങ്ങനെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുക്കറിലിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഈ സവാള ഒത്തിരി അങ്ങ് കട്ടി കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി അങ്ങ് ഇതായി പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മളിതാ ഈ സ്ക്വയറായിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ സവാള എല്ലാം അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ എടുക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, ഒരു ½ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിനുള്ളൊരു മസാലയാണ് തയ്യാറാക്കുന്നത്. വലിയ സ്പൂണിന് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടി, കേട്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടി. അപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പൂണാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരകവും ഇല്ലേ, അതങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും വരെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടില്ല. ഇളക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം, ഓക്കെ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. പിന്നീട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അങ്ങോട്ട് അടയ്ക്കുക കേട്ടോ. എന്നിട്ടൊരു 4-5 വിസിൽ കഴിയുന്ന ഉടനെ സംഭവം സെറ്റായിരിക്കും. നല്ല അടിപൊളി കിടുക്കാച്ചി. എൻ്റെ അമ്മേ, എന്താ പറയുക, എന്താ ടേസ്റ്റാണെന്നറിയോ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഒരു മസാലയും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ മീറ്റ് മസാലയാട്ടെ ഗരം മസാലയാട്ടെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സത്യം ശരിക്കും നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിത് ചേർത്തിരിക്കുന്ന പെരിഞ്ചീരകവും കുരുമുളകും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എന്നാ ടേസ്റ്റാണെന്നറിയോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പൊറോട്ട, ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെന്താ പറയുക, നല്ല കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സംഭവം പറയേ വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റായിട്ട് എൻ്റെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് പിച്ചി എടുത്തിട്ട് വന്ന് മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മറന്നു പോയതൊന്നുമല്ല. ഞാൻ ലാസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. ഓക്കെ,
അപ്പോൾ കണ്ടില്ലേ, നോക്കിക്കേ, നല്ല കുറുകുറാന്നുള്ള കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല ചൂട് പൊറോട്ട ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. പക്ഷേ ഇന്ന് ഞാൻ പൊറോട്ടയൊന്നും ഉണ്ടാക്കുന്നില്ല. ആ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതാ നമ്മളുടെ കുറുകുറാന്നുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. മണമൊക്കെ എന്താ മണമെന്നറിയോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ.